കൂട്ടുകാർക്കും കൃഷി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇതാ സുഖമായിട്ടിരിക്കുകയാണ്. എന്താ കുഞ്ഞിച്ചക്ക് നല്ല ഉറക്കത്തിലാട്ടോ. മോളെ കൊണ്ടുവന്നിട്ടില്ല, മോള് വീട്ടിലാണ്. ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 15 ദിവസമാകുമ്പോൾ ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, കൺസൾട്ടിങ്ങിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുക. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അതൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു അല്ലേട്ടാ. എത്രത്തോളം പറ്റുന്ന അറിയില്ല. മഴേൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴയാണ് എല്ലായിടത്തും. വന്നപ്പോഴൊക്കെ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ സാഹചര്യം പോലെയൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യണം എന്നുണ്ട്. പിന്നെ ഇപ്പോൾ വല്ലപ്പോഴും അല്ലേ പുറത്തിറങ്ങുന്നത്. മാക്സിമം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് വിശ്വസിക്കുന്നു. മോളെ കൂട്ടിയിട്ടില്ല കേട്ടോ. മോളും അമ്മയും വീട്ടിൽ തന്നെയാണ്. മോക്ക് ചെറിയ ചുമയും ഇതൊക്കെ ഉണ്ട്. ഏട്ടൻ പനിയും ചുമയും ഇതൊക്കെ ഉണ്ട്. ഏട്ടൻ്റെ രാവിലെ ഇപ്പോൾ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. എന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. മോളെ മെല്ലെ ഉറക്കി കിടത്തിയിട്ട് പോകുന്നതാണ്. കണ്ടാൽ ഇപ്പം അതേ ഇങ്ങനെ കാണാതെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി എങ്ങനെ പോകുന്നറിയില്ല. പോകുമ്പോൾ ഉള്ള അവസ്ഥ എന്താ അറിയില്ല. ഇപ്പോൾ ഏത് നേരം കാണണം പറഞ്ഞ് തിരഞ്ഞു നടക്കുന്ന പണിയാട്ടോ. ഒരു മിനിറ്റ് കാണാതിരിക്കുമ്പോഴേക്കും അച്ഛൻ പോയോ ചോദിച്ചിട്ട് നടക്കുക. അപ്പോൾ ഇപ്പോൾ ഉറക്കി വന്നതാണ്. ഇനി എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോയി നോക്കട്ടെ. ബുക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ തിരക്കുണ്ടോ എന്താ അവസ്ഥ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിക്കാം ഇനി. ഓക്കെ. ഈ വീഡിയോ ഇതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ എടുത്ത് വെച്ചതാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ പോവുകയാണല്ലോ. അപ്പോൾ വരുന്ന വഴി ഇപ്പോൾ മോന് എന്തായാലും നൂലുകെട്ടാവാനായിട്ടുണ്ട്. അപ്പോൾ മോന് ഗോൾഡ് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മോളെ കാലിലെ പാദസരവും കമ്മലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നു, മോക്കും കൂടെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള പാദസരമാണ് കാലിൽ. അപ്പോൾ ഒരു ചിലങ്ക പാദസരവും അവളെ കമ്മലൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ ഒരു നല്ലതായിരുന്നു എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഊരിയെടുക്കുക കേട്ടോ. കുഞ്ഞുവാവയ്ക്ക് കിളിങ്ങനെ പശരം വാങ്ങട്ടെ. കാരണം ചിലും മഞ്ഞക്ക് ഇങ്ങനെ പകം ചിലും. എന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കണ്ടേ. കുഞ്ഞാവയ്ക്കും കുട്ടിക്കൊക്കെ വാങ്ങിയിട്ട് തരാട്ടോ. ഓക്കെ. ഞാൻ ഒരു തരണം. ഞാൻ ഒരു തരുന്ന കടിയിൽ തിരിച്ചാൽ മതി. ചങ്കിരിട്ടിട്ട് ഓപ്പോസിറ്റ് പഴിഞ്ഞഴിഞ്ഞ് വരും. കിട്ടണില്ല. ഞാൻ ഒരു തരാം. പേടിയോ കമ്മലൂരാൻ. പുതിയത് മേടിച്ചു തരാട്ടോ. ഏത് പിന്നെ കൊടുക്കാൻ പോണതല്ലേ. മാലയല്ല, പാച്ചരം. ഇടണ്ടോ ഇട്ടാ ചിലപ്പോ ഊരാൻ സമയത്ത്. നമ്മളെ കൊച്ചുണ്ടാപ്പര് ഇത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ നല്ല ഉറക്കാട്ടോ. എന്നും ഇങ്ങനെ തന്നെ. പകല് നല്ല ഉറക്കമാണ്, രാത്രി ആൾക്ക് ഉറക്കം കുറവാട്ടോ. കളികളൊക്കെ രാത്രി ആട്ടോ ഉണ്ടാവുക. അപ്പോൾ അതേ നല്ല ഉറക്കത്തിലാണ് ആള്. അപ്പോൾ ഈ ബാഗിലാകുമ്പോൾ കുറച്ചുകൂടെ സേഫായിട്ടിരിക്കുമല്ലോ. അവർക്കൊരു കംഫർട്ടായിരിക്കും, നമുക്ക് പിടിക്കാനൊരു കംഫർട്ടായിരിക്കും. അപ്പോൾ അതിൽ ആക്കി വെച്ചതാട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഇതേ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കേട്ടോ റോഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഴവെള്ളമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ഡിക്രൂസ് ഇതാ ഉണരണ്ടേ, ഞാനിത് എവിടെയാന്നൊക്കെ ആലോചിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതേ അനിയനും ഏട്ടനും കൂടെ ഇസാപ്പിൽ ബാങ്കിലൊക്കെ ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി ഇറങ്ങിയതാട്ടോ. ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അതേ റിസപ്ഷനിൽ നമുക്ക് ഇത് കാണിക്കണം. അപ്പോൾ ഞാൻ ആദ്യം മോനെയും കൊണ്ട് അങ്ങോട്ട് പോയി. ഏട്ടത് വണ്ടി പാർക്ക് ചെയ്ത് പതിയെ വരിക കേട്ടോ. ഏട്ടനെത്തിയതിന് ശേഷം ഇതേ റിസപ്ഷനിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക കേട്ടോ. നമ്മൾ റിസപ്ഷനിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാഷ്വാലിറ്റി പോയിട്ട് വെയിറ്റും BP അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ.
അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിത് ഡോക്ടറൊക്കെ കാണിച്ചു വന്നിട്ടോ, സ്റ്റിച്ച് വെട്ടാൻ പോയതായിരുന്നു. സ്റ്റിച്ച് വെട്ടി അതിൻ്റെ ഒരു ചെറിയൊരു പെയിൻ ഉണ്ട്. കുട്ടൂസിന് ഇതാ പകല് ഫുള്ള് ഉറക്കാട്ടോ, രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല ഉറക്കം. അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഹോസ്പിറ്റലിൽ ചെക്കായി പോയി. കുട കൊണ്ടുപോയി, കുട വണ്ടിയിൽ വെച്ച് മറന്നു. അപ്പോൾ വരാൻ കുറച്ച് പിന്നെ അവിടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്ലാനിങ്, മോന് കുറച്ച് എന്തായാലും നൂലുകെട്ടൊക്കെ വരികയല്ലേ, പേട്ടുണ്ടാകുമ്പോൾ തന്നെ ഗോൾഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിന് വേണ്ടി ഇവിടെ തന്നെ വാങ്ങി പോവാന്ന് വിചാരിച്ചിട്ടും, മോക്കും മോനും മോളത് കുറച്ച് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്, മോന് പുതിയത് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ വന്നതാണ്. അപ്പം നമുക്ക് പോയോക്കാം, പോയിട്ടില്ലത് കാണിക്കാം അല്ലേ ലേട്ടാ. നിലമ്പൂരിലെ മഹാറാണി ജ്വല്ലേഴ്സ് നിന്ന് ഗോൾഡ് എടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കേട്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ എടുക്കൽ. അവിടെയും അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് അധികം കൺജസ്റ്റഡ് അല്ലാതെ ഫ്രീ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടാട്ടോ പോയത്. മോൾക്ക് വേണ്ടിയിട്ടുള്ള പാദസരാട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മോൾക്ക് ഇങ്ങനെ ചിലങ്കപ്പാസരം മേടിക്കണം എന്നുള്ളത്. അപ്പോൾ മോൾക്ക് ഓൾറെഡി ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ ഈ പാദസരം, ഓളിപ്പോൾ ഇട്ടുകൊണ്ടിരുന്ന പാദസരം. അപ്പോൾ എന്തായാലും അതൊന്ന് കുറച്ച് പഴയതാകുമ്പോൾ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ഓൾറെഡി ഇല്ലതുകൊണ്ട്. പിന്നെ അവളെ ഗോൾഡിൻ്റെ പാദസരം പിന്നെ അവൾ കുറച്ച് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്ര സേഫ് അല്ല എന്ന് തോന്നിയതുകൊണ്ട് ഇപ്പോൾ ഇതേ മോക്കൊരു പാദസരം വാങ്ങി. പിന്നെ ഇതേ മോളെ കമ്മൽ മാറ്റിയെടുത്തു. മോന് ഇതേ നൂലേട്ടിന് വേണ്ടിയിട്ട് ഒരരഞ്ഞാണം പിന്നെ കാലുമ്മയ്ക്ക് തണ്ടയൊക്കെ വാങ്ങിയിട്ടോ. അതൊക്കെ വാങ്ങിയതിന് ശേഷം അതേ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. നിലമ്പൂർ തന്നെയല്ലേ ഫർസ റെസ്റ്റോറൻറ്റിലാട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. ഇവിടെ ആദ്യമായിട്ടാട്ടോ പോകുന്നത്. ഏട്ടൻ വന്നിട്ടുണ്ട്, ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ കയറുന്നത്. ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ അഡ്മിറ്റായ ഹോസ്പിറ്റലിൻ്റെ നിയറസ്റ്റുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. അപ്പോൾ ഏട്ടൻ ഇവിടെ പലതവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഉള്ളിലേക്ക് കയറുകയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അങ്ങോട്ട് ചെന്നപ്പം. ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു അത്.
അവിടെ ഇതേ തൊട്ടിലൊക്കെ തന്നിട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ തൊട്ടിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നല്ല സേഫായിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടും നമുക്കും സുഖമായി, അവനും നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ, കഴിക്കാനായാലും ഒരു പ്രശ്നമില്ലാണ്ട് കഴിക്കാമല്ലോ. വീട്ടിൽ വാങ്ങി വെച്ചാലേട്ടാ ഫൈനലി ഞങ്ങളിതേ ഫ്രൈഡ് റൈസ് ആയിട്ട് ഓർഡർ ചെയ്തത്. ഒരു സ്പൈസി ഫ്രൈഡ് റൈസും ഒരു നോർമൽ ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഏട്ടന് ബീഫ് ഫ്രൈയും കൂടെ ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ ബീഫ് ഫ്രൈ, എപ്പോഴും ഓർഡർ ചെയ്യുന്നതാട്ടോ. എനിക്ക് നോർമലാട്ടോ ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത്, ഏട്ടന് സ്പൈസി. അപ്പോൾ രണ്ടും നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, ഒരു സംതൃപ്തിയായിട്ട് കഴിച്ചിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സ് മോനും മോക്കും വേണ്ടിയിട്ട് ഇപ്പോൾ നൂലുകെട്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം അതും കൂടെ, പിന്നെ മോക്കും വയ്യാത്തതാണ്, വേഗം അങ്ങോട്ട് ചെല്ലണം. ഇവിടെ ക്രിസ്മസിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനും. ഞങ്ങൾ ചെന്നപ്പോൾ സന്ധ്യ ആയി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിത് നേരെ ഡ്രസ്സ് എടുക്കാനാട്ടോ പോയത്. മഹാറാണി സിൽക്സിലാട്ടോ പോയത്. നേരത്തെ നമ്മൾ ജ്വല്ലറിയൊക്കെ വാങ്ങിയിരുന്ന മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ നിയറസ്റ്റ് തന്നെയാട്ടോ ഇത് നിൽക്കുന്നത്. അവിടെ തന്നെ കയറി. അപ്പോൾ ലിഫ്റ്റിൽ മേലോട്ട് പോവുക, മക്കളുടെ സെക്ഷൻ മേലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് വേഗം ചടപടേ എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മോനാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഡ്രസ്സ്. എന്നാലും നമ്മളെ വക എന്തെങ്കിലും എടുക്കണ്ടേ നൂലുകെട്ടിനെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സിമ്പിളായ ഒരു ഉടുപ്പും മോക്കൊരു ഉടുപ്പും അതാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പർച്ചേസിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ്, പർച്ചേസിങ് അല്ല, മോനും മോക്കും കുറച്ച് ഗോൾഡ് എടുത്തു. പിന്നെ രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്തു. അപ്പോഴേക്ക് സന്ധ്യയായി തുടങ്ങിയിട്ടോ. സന്ധ്യ ആയി, പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നതുകൊണ്ട് ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരുപാട് സമയമായിട്ടോ. ഇനി അവിടെ ചെന്നിട്ട് മോക്ക് ഇത് കൊടുത്തിട്ടുള്ള റിയാക്ഷൻസ് അതും കൂടെ കാണിക്കാം. അപ്പോൾ മോളെടുത്ത് എത്തിയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. അതിന് മുഖം നോക്ക്, സന്തോഷം. ഇതൊക്കെ അമ്മ പാദസരം നല്ല ഇഷ്ടണ്ടാ. ഞങ്ങൾ വിചാരിച്ച അത്ര സന്തോഷമൊന്നും മോളെ മുഖത്ത് വന്നില്ല കേട്ടോ. സന്തോഷമായിട്ടുണ്ട്, പക്ഷേ മോക്ക് ഞങ്ങൾ ചെന്നപ്പോഴേക്കും നല്ല പനി ഉണ്ടായിരുന്നു, പകലൊക്കെ പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെന്നപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുമ്പോൾ തുള്ളി ചാടാറുണ്ട് കേട്ടോ. ഇന്ന് തീരെ വയ്യാത്തതുകൊണ്ട് ഒരു ചിരിയിൽ മാത്രം ഒതുക്കി. അപ്പോൾ നമുക്കും ഭയങ്കര ഇടങ്ങേറ്, കാരണം മോക്ക് വയ്യാണ്ടിരുന്നപ്പോൾ. പിന്നെ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. മോക്കും സന്തോഷമുണ്ട്, അത് പ്രകടിപ്പിക്കാൻ അവൾക്ക് വയ്യായിരുന്നു കേട്ടോ, തീരെ വയ്യായിരുന്നു. പിന്നെ അതൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിന്നു കേട്ടോ. ഓടിയൊക്കെ നടന്നോക്ക്, കിളിങ്ങിയൊക്കെ കുട്ടി. ഹായ്, രസമുണ്ടോ കണ്ണ? ബട്ടര കുട്ടിക്കിട്ടാ കണ്ണ നോക്കട്ടെ, ചുന്തിരി ആയോക്കട്ടെ, ചുന്തിരി പെണ്ണായോക്കട്ടെ. ഹായ് കുപ്പായി, ഉടുപ്പ് കാണിച്ചു കൊടുക്ക്. ഹായ് വെച്ച് കാണിച്ചു കൊടുക്കട്ടെ, എന്നാലേ അത് ഉടുപ്പാന്ന് അറിയുള്ളൂ.
ഇഷ്ടായോ കുട്ടിക്ക്? ഇഷ്ടായോ? മടക്കി വയ്ക്ക്, മടക്കിയിട്ട് വയ്ക്ക്. ചുളിക്കണ്ട എന്നിട്ട് ആ വെള്ളം മുണ്ട് നോക്ക്. നാളെ ഇടാട്ടോ ബാവയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നൊരു ഫുൾ ബിസി ഡേ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഗോൾഡും ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളാണ് ചെയ്തത് വെച്ചാലും ഒരു ഡേ ഫുള്ള് നമുക്ക് എടുക്കേണ്ടി വന്നു. ഒന്നാമത് ഹോസ്പിറ്റലൊക്കെ ലാഗിങ് ആയില്ലേ, പിന്നെ മോക്ക് വയ്യാത്തതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും. എന്തായാലും ഇതൊക്കെ ഒന്ന് ബെറ്റർ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ, സീ യു.